ചെയ്തിട്ട് നീ സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും എന്താ സൗജന്യം? എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതമല്ലേ? അവിടെയാണ് എന്താ പ്രശ്നം? നമ്മളെ എന്ത് കിട്ടിയാലും പോയാലും നമ്മളെപ്പോഴും പറയുമ്പോൾ മറ്റതാണ് ശരി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചില വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? ചില പട്ടികളെ, കൊച്ചു പട്ടിനെയും വലിയ പട്ടിനെയും കൂടി ജയമാനം വരെ നടത്തിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മറ്റേ പട്ടിയെടുത്ത് പാത്രത്തിൽ എന്തൊക്കെയാണ് കിട്ടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും പട്ടി. എന്നിട്ട് കിടന്ന് എന്ന് കരയ്ക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർ എവിടെ പോയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. എപ്പോഴും ഓർത്തേക്കണം, മറ്റുള്ളവർ എവിടെ പോയാലും നിന്നാലും വന്നാലും പോയാലും നീ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് സന്തോഷമാകുന്നതിന് കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വചനം തെറ്റത്തില്ല. എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. പിന്നെന്താണ്? ഇടറിവില്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളും കഥഞ്ഞു പോയി. അപ്പോൾ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ. ആ ധാരണയിലേക്കാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം തുഴഞ്ഞെത്തേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ധാരണയിലേക്ക് ആധ്യാത്മിക തുഴഞ്ഞെത്താൻ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കുക. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ പിതാക്കന്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ പിതാക്കന്മാരെ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ പിതാക്കന്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ പിതാക്കന്മാരെ കൊണ്ട് ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്കവേ വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്കവേ വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരെ കൊണ്ട് സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരെ കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മഹത്വം, ആരാധന, യേശുവേ മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും, കരൾ രോഗികളുണ്ടാകും, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ. അവ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് യോഗ്യതയിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും, എവിടെയെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും, നടുവേദനക്കാരുണ്ടാകും, പിൻകഴുത്തിന് വേദനയുള്ളവരുണ്ടാകും, സോറിയാസിസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, RSS രോഗങ്ങൾ,
ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ട്. അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ഛൻ വെച്ചിരിക്കണ പോലെ വെക്കണം. ഇനി നിങ്ങൾ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.